ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ന്യൂയോർക്ക് ഹോം ട്യൂഷൻ. അപ്പം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ക്രോപ്പ് പ്രൊഡക്ഷൻ ആൻഡ് മാനേജ്മെന്റ് എന്ന് പറഞ്ഞ ചാപ്റ്റർ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പൊ അതിന്റെ കുറച്ച് പോർഷനാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്, അല്ലെ? ഫെർട്ടിലൈസേഴ്സും അതുപോലെ മാനൂറും അതുപോലെ ഫെർട്ടിലൈസേഴ്സിന്റെ ഡിസഡ്വാൻറ്റേജ് വരെ നമ്മൾ ഡിസ്കസ് ചെയ്തായിരുന്നു. അപ്പൊ ഇന്ന് നമുക്ക് ബാക്കിയുള്ള പോർഷൻസ് ഡിസ്കസ് ചെയ്യാം. ഓക്കെ. അപ്പം ക്രോപ്പ് റൊട്ടേഷൻ എന്താ? ക്രോപ്പ് റൊട്ടേഷൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, നമ്മളിപ്പോ ഒരു ഫീൽഡിൽ തന്നെ നമ്മൾ കൃഷി ചെയ്യുകയെന്ന് വിചാരിക്കാം. അപ്പൊ ഒരു ഫീൽഡിൽ തന്നെ നമ്മൾ കൃഷി ചെയ്യുമ്പോൾ നമ്മൾ ഒരു ക്രോപ്പ് മാത്രം കൃഷി ചെയ്ത് കഴിഞ്ഞാൽ കുറെ കഴിയുമ്പോൾ എന്ത് ചെയ്യും? അതിന്റെ ആ ഒരു കൃഷി ചെയ്യുന്ന സ്ഥലത്തിന്റെ ന്യൂട്രിയൻ കപ്പാസിറ്റിയും സോയിലിന്റെ ഫെർട്ടിലിറ്റിയും ഒക്കെ കുറഞ്ഞു പോകും ഒരു ക്രോപ്പ് തന്നെയാണെങ്കിൽ. ഇപ്പൊ എക്സാമ്പിള്, ഒരു ഏക്കർ സ്ഥലം എടുത്തു എന്ന് വിചാരിക്കാം. അപ്പൊ അവിടെ നമ്മൾ പൈനാപ്പിൾ ആണ് കൃഷി ചെയ്യണത്. അപ്പം ഈ പൈനാപ്പിൾ നമ്മൾ കൾട്ടിവേറ്റ് ചെയ്യുമ്പോൾ പൈനാപ്പിളിന്റെ പൈനാപ്പിൾ എല്ലാം പറിച്ചതിന് ശേഷം പിന്നെ അടുത്ത സീസൺ പിന്നെ നമ്മൾ പൈനാപ്പിൾ തന്നെ നട്ടു, പിന്നെയും പൈനാപ്പിൾ നട്ടു. അപ്പൊ ഇങ്ങനെ നമ്മൾ ആ സെയിം ക്രോപ്പ് തന്നെ ഒരു ഫീൽഡിൽ കണ്ടിന്യൂസ് ആയിട്ട് ഓവർ എ ടൈം നമ്മൾ നട്ട് കഴിയുമ്പോൾ എന്ത് ചെയ്യും? ആ സോയിലിന്റെ ഫെർട്ടിലിറ്റി കുറയും, അതുപോലെ തന്നെ സോയിലിന്റെ സ്ട്രക്ചർ മൊത്തത്തിൽ മാറും, ഓർഗാനിക് മാറ്ററിന്റെ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യും? ഡിസ്ട്രപ്റ്റഡ് ആവും. അപ്പം ഈ ക്രോപ്പ് റൊട്ടേഷൻ എന്ന് പറഞ്ഞാൽ ഓവർ ഈ ടൈം നമ്മൾ എന്ത് ചെയ്യും? ഡിഫറെന്റ് ആയിട്ടുള്ള ക്രോപ്സുകൾ ആ സെയിം ഫീൽഡിൽ തന്നെ നടും. ഇപ്പം ഒരു സീസണിൽ നമ്മൾ പപ്പായ ഇപ്പൊ ഒരു ഫീൽഡാന്ന് വിചാരിക്കുക, ഒരു പപ്പായ കൃഷി ചെയ്യുന്ന ഒരു ഫീൽഡ്. അപ്പം ആ പപ്പായ എല്ലാം പറിച്ചെല്ലാം കളഞ്ഞതിന് ശേഷം പിന്നെ നമ്മൾ അടുത്ത് തപ്പിയൊക്കെ നടും. പിന്നെ അതിന് നമ്മൾ പൈനാപ്പിൾ നടണം. അപ്പൊ ഇങ്ങനെ ഡിഫറെന്റ് ആയിട്ടുള്ള ക്രോപ്പ് ഏത് വേണേലും, പിന്നെ പീ പ്ലാന്റ്. അപ്പൊ ഡിഫറെന്റ് ആയിട്ട് ക്രോപ്പ് സെയിം ഫീൽഡിൽ തന്നെ പല പ്രാവശ്യം നമ്മൾ നടുന്നതിനെയാണ് ക്രോപ്പ് റൊട്ടേഷൻ എന്ന് പറയുന്നത്. അതിനുശേഷം പിന്നെ എന്ത് ചെയ്യും? പിന്നെ നമ്മൾ ആദ്യം ഏതാ കൾട്ടിവേറ്റ് ചെയ്ത് അത് പിന്നെയും കൊണ്ടുവരും അവിടെ. അപ്പം ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ട് ഒത്തിരി ബെനിഫിറ്റ് ഉണ്ട്. അപ്പൊ നമുക്കറിയാം, നമ്മൾ ഓൾറെഡി കഴിഞ്ഞ ക്ലാസ് ഡിസ്കസ് ചെയ്തില്ലായിരുന്നോ ഫെർട്ടിലൈസേഴ്സ് ഉപയോഗിക്കുന്നതുകൊണ്ടുള്ള ദോഷം എന്തൊക്കെയാണ്, ഡിസഡ്വാൻറ്റേജസ് എന്തൊക്കെയാണ്. അപ്പൊ ഈ ക്രോപ്പ് റൊട്ടേഷൻ നമുക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് ഈൽഡ് കൂട്ടാൻ പറ്റും. അതേപോലെ തന്നെ നമുക്കറിയാം, നമ്മളൊരു ഫീൽഡ് എടുക്കുകയാണെങ്കിൽ എങ്ങനെയാ? ഫീൽഡിൽ ഇപ്പൊ നമ്മൾ ഒരു കൃഷി ചെയ്യുവാണെങ്കിൽ ആ ഫീൽഡില് നമ്മൾ കൃഷി ചെയ്യുന്ന ക്രോപ്പ് മാത്രമല്ല, അതല്ലാതെ ആവശ്യമില്ലാത്ത കുറെ വീഡ്സും വളരും, കളകളും വളരും. അപ്പം ഇതിന് നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റും ക്രോപ്പ് റൊട്ടേഷൻ ഉണ്ടെങ്കിൽ. അതേപോലെ തന്നെ നമുക്കറിയാം, ഓരോ പെസ്റ്റിനും ഒരു ലൈഫ് സൈക്കിൾ ഉണ്ടാവില്ലേ? അപ്പൊ ഓരോ പെസ്റ്റിന്റെ ലൈഫ് സൈക്കിള് അത് ആ പെസ്റ്റ് ജീവിക്കുന്ന ആ കറസ്പോണ്ടിങ് ആയിട്ടുള്ള പ്ലാന്റ്സിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും, ഹോസ്റ്റ് പ്ലാന്റിന്. അപ്പൊ നമ്മൾ ഓവർ എ ടൈം എന്താ ഡിഫറെന്റ് ആയിട്ടുള്ള ക്രോപ്പാണ് കൾട്ടിവേറ്റ് ചെയ്യണമെങ്കിലോ അത് ആ പെസ്റ്റിന്റെ ലൈഫ് സൈക്കിളിനെ ഡിസ്റ്റർബ് ചെയ്യും. അതുപോലെ തന്നെ പെസ്റ്റിനെ നമുക്ക് മാനേജ് ചെയ്യാനും പറ്റും. അതുവഴി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഫെർട്ടിലൈസേഴ്സിന്റെ ഉപയോഗം കുറയ്ക്കാനും പറ്റും. പിന്നെ അതുപോലെ സോയിലിന്റെ ഫെർട്ടിലിറ്റി കൂട്ടാനും സോയിലിന്റെ സ്ട്രക്ചർ മെയിൻറ്റെയിൻ ചെയ്യാനും ഒക്കെ നമുക്ക് ഈ മെത്തേഡ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ പറ്റും. പിന്നെ അതുപോലെ തന്നെ നമുക്ക് സോയിൽ ഇറോഷൻ കുറയ്ക്കാൻ പറ്റും. പിന്നെ സോയിലിലെ ന്യൂട്രിയൻസ് ക്വാണ്ടിറ്റി നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാനും, അതേപോലെ തന്നെ എന്താ നമുക്ക് ഈ പല പല ക്രോപ്പുകൾ നമ്മൾ കൃഷി ചെയ്യണോണ്ട് ആ സോയിലിൽ എന്തായിരിക്കും? ന്യൂട്രിയൻ ക്വാണ്ടിറ്റി ഒരു കൺസർവ് ആവും. കാരണം ഇപ്പൊ നമ്മൾ സെയിം ക്രോപ്പാണ്, എല്ലാ ക്രോപ്പിനും ന്യൂട്രിയൻസ് വേണമെങ്കിലും ചില ക്രോപ്പ് ചില പർട്ടിക്കുലർ ന്യൂട്രിയൻസിനെ ഫേവർ ചെയ്യുന്നുണ്ടാവും. അപ്പൊ നമ്മൾ ഒരു പർട്ടിക്കുലർ ക്രോപ്പാണ് ആ ഫീൽഡിൽ നടന്നെങ്കിലോ ആ ന്യൂട്രിയൻസിന് എന്തുണ്ടാവും? ഡെഫിഷ്യൻസി ഉണ്ടാവും. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണത്? ക്രോപ്പ് റൊട്ടേഷൻ വഴി പല ക്രോപ്പുകൾ നട്ട് കഴിയുമ്പോൾ ആ ന്യൂട്രിയൻസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? സോയിലിൽ കൺസർവ് ചെയ്യാൻ പറ്റും. അതേപോലെ നമുക്ക് ഈൽഡും കൂട്ടാൻ പറ്റും. ഇങ്ങനെ ഒത്തിരി ബെനിഫിറ്റ് ഉണ്ട് നമ്മൾ ക്രോപ്പ് റൊട്ടേഷൻ ചെയ്യുന്നതുകൊണ്ട്. അടുത്തത്, നമ്മളിപ്പം സോയിലില് ഇങ്ങനെ ന്യൂട്രിയൻസും അതേപോലെ തന്നെ മാനൂർ ഫെർട്ടിലൈസേഴ്സും ഒക്കെ ഇട്ട് കൊടുത്താൽ മാത്രം പോരാ. സോയിലിൽ പിന്നെ എന്ത് വേണം? ഇറിഗേഷനും വേണം. ഇറിഗേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? വാട്ടർ സപ്ലൈ കൊടുക്കണം. അപ്പൊ നമ്മൾ ചെടികൾക്ക് എന്താ കൊടുക്കണം? വെള്ളം കൊടുത്താലാണ് എന്ത് ചെയ്യുള്ളൂ? ചെടികൾ പ്രോപ്പർ ആയിട്ട് വളരുള്ളൂ. അപ്പൊ പല മെത്തേഡ് ഉണ്ട് നമ്മളിങ്ങനെ ചെടികള് എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട്? വാട്ടർ സപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട്. പണ്ടത്തെ കാലത്തൊക്കെ എന്താ യൂസ് ചെയ്തിരുന്നത്? ഒന്നെങ്കിൽ അവരെന്ത് ചെയ്യും? കിണറിന്ന് പുള്ളി ചെയ്തിട്ട് വെള്ളം എടുക്കും. ആ വെള്ളം എടുത്തിട്ട് ഉപയോഗിക്കും. പക്ഷെ ഇപ്പോഴൊക്കെ എങ്ങനെയാ? പൈപ്പ് വഴിയും അല്ലെങ്കിൽ സ്പ്രിംഗ്ലേഴ്സ് വഴിയൊക്കെയാണ് എന്താ നമ്മൾ ഇറിഗേഷൻ ചെയ്യുന്നത്, അല്ലെ? അപ്പൊ ഇങ്ങനെ ഇറിഗേഷൻ ചെയ്യുന്നതുകൊണ്ട് ഒത്തിരി ബെനിഫിറ്റ് ഉണ്ട്. എന്താ ബെനിഫിറ്റ്? ഇറിഗേഷൻ ചെയ്യുന്നതുകൊണ്ട് നമുക്ക് ക്രോപ്പിന്റെ ഈൽഡ് കൂട്ടാൻ പറ്റും, അതേപോലെ പ്രൊഡക്ഷൻ കൂട്ടാൻ പറ്റും. അതേപോലെ ഈ നമുക്ക് ഈൽഡ് കൂട്ടാൻ പറ്റും, ഫുഡ് പ്രൊഡക്ഷൻ കൂട്ടാൻ പറ്റുന്നതുകൊണ്ട് തന്നെ ഫാമിൻ അല്ലെങ്കിൽ ദാരിദ്ര്യം നമുക്ക് തടയാൻ പറ്റും. അതേപോലെ പ്ലാന്റിന്റെ ക്വാളിറ്റി നമുക്ക് കൂട്ടാം, പ്രൊഡക്ടിവിറ്റി കൂട്ടാം. അതേപോലെ ഡിസീസസ് നിന്നും പ്ലാന്റ് നമുക്ക് പ്രിവെന്റ് ചെയ്യാൻ പറ്റും. അതുപോലെ ആവശ്യമില്ലാത്ത വീഡ്സിന്റെ ഗ്രോത്തും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പ്രിവെന്റ് ചെയ്യാൻ പറ്റും. അപ്പൊ ഈ ഇറിഗേഷൻ തന്നെ ഒരു പല മെത്തേഡും ഉണ്ട്. ഇപ്പൊ ട്രഡീഷണലി യൂസ് ചെയ്ത മെത്തേഡും ഉണ്ട്, ഇപ്പൊ മോഡേൺ ആയിട്ട് യൂസ് ചെയ്യുന്ന മെത്തേഡ്സും ഉണ്ട്. അപ്പം നമുക്കറിയാം, ഈ
PPT-യില് നമുക്ക് കാണാൻ പറ്റും. PPT സൂക്ഷിച്ചു നോക്കി നമുക്ക് ഒരു 4 ഇമേജസ് കാണാൻ പറ്റുന്നില്ലേ നോക്കിക്കേ. ഇവിടെ നമുക്ക് കാണാൻ പറ്റും. നോക്കിക്കേ, ഡെക്ലി സിസ്റ്റം എന്ന് പറഞ്ഞ സിസ്റ്റം ഉണ്ട്. എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും, അത് നമ്മളിങ്ങനെ വെള്ളം, അതിന്റെ വലിയ പടം ഞാൻ കാണിച്ചു തരാം കേട്ടോ. പിന്നെ ചെയിൻ പമ്പ് സിസ്റ്റം ഉണ്ട്. അതായത് ഇങ്ങനെ ഒരു വീല് പോലൊരു സംഭവം. അപ്പൊ നമ്മൾ ഇതിന്റെ മുകളിൽ കൂടെ വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോൾ വീല് റൊട്ടേറ്റ് ചെയ്യുന്നതിനനുസരിച്ച് വാട്ടർ എന്ത് ചെയ്യും, ഫീൽഡിലേക്ക് കിട്ടിക്കോളും. അങ്ങനത്തെ ഒരു സിസ്റ്റം. അതേപോലെ തന്നെ പിന്നെ ഉള്ള സിസ്റ്റം ആണ് നമ്മൾ സാധാരണ കൃഷിക്കാരൊക്കെ ചെയ്യുന്ന മോട്ടെന്ന് പറയും. അതായത് എന്താ ഈ കിണറ്റിന്നൊക്കെ നമ്മൾ വെള്ളം കോരിയിട്ട് നമ്മൾ ഡയറക്റ്റ് ആയിട്ട് ഫീൽഡിലേക്ക് ഒഴിച്ചു കൊടുക്കൂലേ, അതിന്റെ സിസ്റ്റം പുള്ളി സിസ്റ്റം എന്ന് അതിന് പറയണേ. നമ്മൾ കിണറിൽ നിന്ന് വെള്ളം കോരി എന്ത് ചെയ്യും, നമ്മൾ ഫീൽഡിലേക്ക് ഒഴിച്ചു കൊടുക്കും. അപ്പൊ ഇങ്ങനെയൊക്കെ ഈ മെത്തേഡ്, ഇപ്പൊ ഏത് മെത്തേഡ് നമ്മൾ യൂസ് ചെയ്താലും ഒത്തിരി വാട്ടർ എന്ത് ചെയ്യും, നമുക്ക് ലോസാ, കുറെ വെള്ളം നമുക്ക് നഷ്ടാവുന്നുണ്ട്. ഇനി ഇത് കണ്ടോ, ഇത് ചെയിൻ പമ്പ് സിസ്റ്റം. അതായത് ഒരു വീല് കറങ്ങുക ചെയ്യണേ, അത് നമ്മൾ എലിക്കടെ വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോ എന്ത് ചെയ്യും, അത് ഫീൽഡിലേക്ക് കിട്ടും വെള്ളം. ഇത് ചെയിൻ പമ്പ് സിസ്റ്റം. ഓക്കെ, ഇതിന്റെ വലിയ വ്യൂ ഉണ്ട്, അത് നമുക്ക് കാണാം. ഇത് കണ്ടോ, ഇതാണ് പുള്ളി സിസ്റ്റം. പുള്ളി സിസ്റ്റത്തിനകത്ത് കിണറിൽ നിന്ന് വെള്ളം കോരിയിട്ട് നമ്മൾ ഫീൽഡിലേക്ക് ഒഴിച്ചു കൊടുക്കും. ഇനി ഇവിടെയൊക്കെ നോക്കിക്കേ, ഇത് കണ്ടോ, പിന്നെ ചെയിൻ പമ്പ് സിസ്റ്റം ഉണ്ട്, ഡെഹ്ലി സിസ്റ്റം ഉണ്ട്. ഇങ്ങനെ ഇതൊക്കെ ട്രഡീഷണലി യൂസ് ചെയ്ത സിസ്റ്റം. ഇപ്പൊ ഒന്നും ആരും ഇതൊന്നും ഉപയോഗിക്കാറില്ല. കാരണം ഒന്നാമത് ഒത്തിരി വാസ്റ്റ് ഏരിയാസിലാണ് നമ്മൾ കൃഷി ചെയ്യണത്. നമുക്ക് ഈ ഒരു മെത്തേഡിൽ കൂടെ നമുക്ക് ഇറിഗേഷൻ നടത്താന്ന് പറഞ്ഞാൽ ഇമ്പോസിബിൾ. അപ്പൊ ഇപ്പൊ നമ്മൾ എങ്ങനെയാ ചെയ്യണേ, ഇപ്പൊ നമുക്കറിയാം നമ്മൾ ഒത്തിരി വാട്ടർ ഷോർട്ടേജ് അനുഭവിക്കുന്ന ഒരു കാലഘട്ടം. അപ്പൊ നമുക്ക് വാട്ടർ, ചെടികൾക്ക് വെള്ളം വേണം, എന്നാൽ വെള്ളം നമുക്ക് ആവശ്യമില്ലാതെ പാഴാക്കാനും പറ്റില്ല. അപ്പൊ നമ്മൾ സ്പ്രിംഗ്ലർ ഇറിഗേഷൻ, അതുപോലെ ഡ്രിപ്പ് ഇറിഗേഷൻ, സർഫസ് ഇറിഗേഷൻ ഒക്കെയാണ് നമ്മൾ യൂസ് ചെയ്യണം. ഈ ഡ്രിപ്പ് ഇറിഗേഷൻ നമ്മൾ സാധാരണ കാണാറുള്ളതാ. എന്നെങ്ങനെയാ, ഈ അതായത് ഇപ്പൊ വെല്ലിന്നൊക്കെ, അതായത് കിണറ്റിൽ നിന്നൊക്കെ എന്ത് ചെയ്യും, പമ്പ് വെച്ചിട്ട് വെള്ളം ഒരു പൈപ്പിലേക്ക് നമ്മൾ കൊടുക്കും. എന്നിട്ട് ആ പൈപ്പിൽ നിന്നും കുറെ കുഞ്ഞു കുഞ്ഞു പണപ്പൈപ്പുകൾ ഫീൽഡിലേക്ക് പോയിട്ടുണ്ടാവും. അപ്പം കുറെ ചെടികൾ നിൽക്കണ്ടാവുമല്ലോ. അപ്പം ചെടിയുടെ അവിടെ എത്തുമ്പോൾ ആ പൈപ്പിൽ ചെറിയ ഹോൾ ഉണ്ടാവും. അപ്പൊ ഹോള് വഴി ഡ്രോപ്പ് ആയിട്ട് വെള്ളം എന്ത് ചെയ്യും, ചെടിയിലേക്ക് ചാടും. പ്ലാന്റ്സിന് ആവശ്യമായിട്ടുള്ള വെള്ളം കിട്ടുകയും ചെയ്യും. എന്താ, ആ പ്ലാന്റ്സിന്റെ റൂട്ടിന് ഇത് കറക്റ്റ് ആയിട്ട് അബ്സോർബ് ചെയ്യാനും പറ്റും. നമുക്ക് ലിമിറ്റഡ് സപ്ലൈ ഓഫ് വാട്ടർ അവിടെ മതി. ഇങ്ങനെ സ്പ്രിംഗ്ലർ എഡ്യൂക്കേഷൻ നമ്മൾ കണ്ടിട്ടുണ്ട്. വാട്ടർ സ്പ്രേ ചെയ്ത് കൊടുക്കുക എയറിൽ. അപ്പം ഇതിപ്പം 2 ഇമേജ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഈ സ്പ്രിംഗ്ലർ സിസ്റ്റം എന്ന് പറഞ്ഞാൽ രണ്ടും ഏകദേശം സെയിം തന്നെ. പക്ഷെ അവിടെ വ്യത്യാസം എന്താന്ന് നോക്കിയാൽ, സ്പ്രിംഗ്ലർ സിസ്റ്റത്തിനകത്ത് സ്പ്രിംഗ് പോലെയാണ്, ഇങ്ങനെ ഒരു സ്പ്രേ പോലെ ചെയ്ത് കൊടുക്കുക വാട്ടർ. അപ്പൊ ചെടികൾക്കെല്ലാം നന്നായിട്ട് വെള്ളം കിട്ടുകയും ചെയ്യും. ഒരു മഴ പെയ്യുന്ന ഒരു എഫക്റ്റ് ആയിരിക്കും സ്പ്രിംഗ്ലർ സിസ്റ്റത്തില്. ഡ്രിപ്പ് ഇറിഗേഷനിൽ കുഞ്ഞു കുഞ്ഞു ഓസ് വെച്ചേക്കുവാണ്. അപ്പൊ ചെടിയുടെ ആ ഓരോ റൂട്ടിന്റെ പൊസിഷനിൽ എത്തുമ്പോൾ അവിടെ ചെറിയ ചെറിയ ഹോൾസ് ഉണ്ടാവും. അപ്പൊ ഹോൾസ് വഴി ഡ്രോപ്പ് ആയിട്ടായിരിക്കും വെള്ളം ചാറുന്നത്. അപ്പൊ ഇങ്ങനെ വരുമ്പോഴും എന്ത് ചെയ്യും, പ്ലാന്റ്സിന് ആവശ്യത്തിന് വെള്ളം കിട്ടുകയും ചെയ്യും. ഇനി നമ്മൾ ഇങ്ങനെയൊക്കെ ചെയ്ത് നമ്മുടെ ക്രോപ്പിന്റെ ഈൽഡ് നമ്മൾ കൂട്ടാൻ നോക്കുമ്പോഴും നമുക്ക് കുറച്ച് പ്രശ്നമായിട്ട് വരുന്ന ഒരു കാര്യമാണ് വീഡ്സ്. അല്ലെ, നമ്മളിപ്പോ ഒരു പർട്ടിക്കുലർ ക്രോപ്പ് നടുവാണെങ്കിൽ ആ ക്രോപ്പിന്റെ അതല്ലാതെ ചുമ്മാ കുറെ കളകളും അതിനിടയ്ക്കേക്കടെ വളരും. അപ്പം ഈ വീഡ്സിനെ നമ്മൾ നശിപ്പിക്കണം. ഈ വീഡ്സിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടി നമുക്ക് 3 മെത്തേഡ്സ്, ഒത്തിരി മെത്തേഡ് ഉണ്ട്. നമ്മുടെ ലിസ്റ്റിൽ 3 മെത്തേഡ് പറഞ്ഞിട്ടുണ്ട്. അതൊരു മെത്തേഡാണ് വീഡിസൈഡ്സ് എന്ന് പറയും. പിന്നെ ടില്ലിംഗ്, പിന്നെ മൾച്ചിങ്. അപ്പൊ വീഡിസൈഡ്സ് നമുക്കറിയാം, നമ്മൾ ഇൻസെക്ടിസൈഡ്സ് കേട്ടിട്ടില്ലേ, അതായത് ഇൻസെക്ടിനെ കൊല്ലാൻ ഉപയോഗിക്കുന്ന കെമിക്കൽ. അതുപോലെ ഫംഗസിനെ കൊല്ലാൻ ഉപയോഗിക്കുന്ന കെമിക്കൽസ് ആണ് ഈ ഫംഗിസൈഡ്സ്. അതുപോലെ വീഡ്സ് നശിപ്പിക്കാൻ ഉപയോഗിക്കുന്നതാണ് ഈ വീഡിസൈഡ്സ് എന്ന് പറയും. അപ്പൊ വീടിൽ നമ്മൾ എന്ത് ചെയ്യും, സ്പ്രേ പെയിന്റ് ചെയ്യും. അതായത് സ്പ്രേ അല്ല, കെമിക്കൽസ് നമ്മൾ ഒരുതരം കെമിക്കൽസ് നമ്മൾ സ്പ്രേ ചെയ്യുക വീഡ്സിനെ കില്ല് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം ആ കെമിക്കൽസ് സ്പ്രേ ചെയ്യുമ്പോൾ വീഡ്സ് എന്ത് ചെയ്യും, വീഡ്സ് നശിച്ചു. അതാണ് വീഡിസൈഡ്സ്. അപ്പൊ വീടിന്റെ ഗ്രോത്തിനെ നമുക്ക് പ്രിവെന്റ് ചെയ്യാനും സോയിൽ ഇറോഷൻ പ്രിവെന്റ് ചെയ്യാനും വാട്ടർ ലോസ് പ്രിവെന്റ് ചെയ്യാനും ഒക്കെ നമുക്ക് പറ്റും. കാരണം അല്ലാണ്ട് ഇപ്പൊ നമ്മൾ നടുന്ന പർട്ടിക്കുലർ ക്രോപ്പിന് നമ്മൾ ന്യൂട്രിയൻസും വാട്ടറും പ്രൊവൈഡ് ചെയ്യുമ്പോൾ അത് എന്ത് ചെയ്യും, ഈ വീഡ്സ് ഉപയോഗിക്കും. അപ്പൊ നമ്മുടെ ക്രോപ്പിന് എന്താ, പ്രോപ്പർ ആയിട്ടുള്ള ന്യൂട്രിയൻ സപ്ലൈ വാട്ടർ ഒന്നും കിട്ടാണ്ട് വരും. അപ്പൊ അതൊരു പ്രശ്നം. അപ്പൊ നമുക്ക് വീഡ്സിനെ റിമൂവ് ചെയ്യണം. പിന്നെ ഒരു പ്രോസസ്സാണ് ടില്ലിംഗ് എന്ന് പറയും. ടില്ലിംഗ് എങ്ങനെയാന്ന് വെച്ചാൽ നമ്മൾ പണ്ടൊക്കെ ഉപയോഗിച്ചിരുന്ന മെത്തേഡാ. അതായത് വിത്തിടുന്നതിന് മുന്നേ, ക്രോപ്പ് നമ്മൾ സോയിൻ ചെയ്യുന്നതിന് മുന്നേ എന്ത് ചെയ്യും, നമ്മൾ ആ നില എന്ത് ചെയ്യും, ഒന്ന് ടില്ല് ചെയ്യും. അപ്പൊ ടില്ല് ചെയ്ത് കൊടുക്കുമ്പോൾ എന്ത് ചെയ്യും, ആവശ്യമില്ലാത്ത കളകളൊക്കെ നമ്മൾ റിമൂവ് ചെയ്ത് കളയില്ലേ. പിന്നെ സോയിൽ ഹാർഡായിട്ട് കിടക്കണത് എന്താവും, സോഫ്റ്റ് ആവുകയും ചെയ്യും. അപ്പം അതാണ് ടില്ലിംഗ് എന്ന് പറഞ്ഞാൽ. ഇനി മൾച്ചിങ് എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ വീട്ടിൽ ചെയ്യുന്ന മെത്തേഡ് തന്നെയാണ്. ഇപ്പൊ ആവശ്യമില്ലാത്ത പുല്ലോ കാര്യങ്ങളൊക്കെ വളരുവാണെങ്കിൽ നമ്മൾ ഒന്നെങ്കിൽ അതിന്റെ മുകളിൽ പ്ലാസ്റ്റിക് ഷീറ്റ് കൊണ്ടിടും, അല്ലെങ്കിലോ നമ്മൾ വൈക്കോലോ എന്തെങ്കിലും കൊണ്ടിടും.
അല്ലെങ്കിൽ മരത്തിന് എന്തെങ്കിലും കഷ്ണങ്ങളൊക്കെ കൊണ്ടുപോയിടും. ഇനി ഇട്ട് കഴിയുമ്പോൾ അവിടെ വീഡ്സിന് വളരാൻ പറ്റില്ല, കാരണം അവർക്ക് സൺലൈറ്റ് കിട്ടില്ല, ഒന്നും കിട്ടില്ല. അപ്പൊ അങ്ങനെ വരുമ്പോൾ അവർക്ക് വളരാൻ പറ്റില്ല. അപ്പം ഈ ഒരു മെത്തേഡാണ് മൾച്ചിങ്. നമ്മളിപ്പോ ഏതെങ്കിലും സോയിലില് കൃഷി ചെയ്യാൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ അവിടെ വീഡ്സ് വളരാതിരിക്കണേ നമ്മളൊന്ന് സ്ട്രോയോ വുഡ് ചിപ്സോ അല്ലെങ്കിൽ പ്ലാസ്റ്റിക് ഷീറ്റോ ഒക്കെ വെക്കും. അപ്പൊ അങ്ങനെ വരുമ്പോൾ വീഡ്സിന് നമുക്ക് പ്രിവെന്റ് ചെയ്യാൻ പറ്റും. ഉം. അപ്പം ഇങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് സോയിലിന്റെ മോയ്സ്ചർ, വാട്ടറിന്റെ പ്രസൻസും സോയിലിലുള്ള വെള്ളത്തിന്റെ എമൗണ്ടും അതിൽ സോയിലിന്റെ ഫെർട്ടിലിറ്റിയും ഒക്കെ നമുക്ക് റീറ്റെയിൻ ചെയ്യാനും ഇംപ്രൂവ് ചെയ്യാനും പറ്റും. അപ്പം ഇത് ഇമ്പോർട്ടന്റ് ആണ്, എങ്ങനെ നമ്മൾ വീഡ്സിനെ കൺട്രോൾ ചെയ്യുക, അതിന്റെ മെത്തേഡ്. അപ്പൊ നമ്മൾ വീഡിസൈഡ്സും ടില്ലിങ്ങും മൾച്ചിങ്ങും നമ്മൾ പറയണം. ഒത്തിരി മെത്തേഡിൽ നമ്മൾ ടെസ്റ്റിൽ മെൻഷൻ ചെയ്യണം. 3 മെത്തേഡാണ് നമ്മൾ അറിയണം. ഓക്കെ, ഇനി അടുത്ത നമ്മള് ക്രോപ്പിന്റെ, നമ്മൾ കുറെ ഈ ക്രോപ്പ് മാനേജ്മെന്റ് ഒക്കെ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഈ ചാപ്റ്ററിലാണ്. നമ്മൾ ആദ്യം തൊട്ട് നമ്മൾ തുടങ്ങിയപ്പോ എന്നാ പറഞ്ഞാൽ നമുക്കൊരു കൾട്ടിവേറ്റ് ചെയ്യണമെങ്കിൽ അതിന്റെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താ പറയണേ, ഒരു ഫുഡ് ക്രോപ്പ് പ്രൊഡക്ഷൻ ആൻഡ് മാനേജ്മെന്റ് എന്ന് പറയുമ്പോൾ അതിനകത്ത് ഒരു 7 സ്റ്റെപ്പ് ഉണ്ടെന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞില്ലായിരുന്നോ? അത് എന്തിലാ തുടങ്ങിയേ? ആദ്യം സോയിലിന്റെ പ്രിപ്പറേഷനിലാണ് തുടങ്ങിയത്. ഇപ്പൊ നമ്മൾ 6ാമത്തെ സ്റ്റെപ്പാണ് പറയണേ, ഹാർവെസ്റ്റിംഗ് എന്ന് പറയും. ഹാർവെസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ എന്താ, നമ്മൾ നടുന്ന സാധനം മച്യൂർ ആയി കഴിഞ്ഞാൽ നമുക്കിത് പറമ്പിൽ നിന്ന് പറിക്കണ്ടേ. ആ പ്രോസസ്സിലാണ് ഹാർവെസ്റ്റിംഗ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ അപ്പൊ നമ്മൾ എന്ത് വെച്ചാ പറിക്കണേ? സാധാരണ എന്ത് വെച്ചിട്ട് ഇപ്പൊ നമ്മളൊരു നെൽകൃഷിയൊക്കെ ചെയ്യുക, നമ്മൾ എന്ത് വെച്ചിട്ടായിരിക്കും പറിക്കണേ? ഇപ്പൊ അതിനുള്ള മെഷീൻസ് ഒക്കെ ഉണ്ട്, നമുക്ക് എളുപ്പത്തിൽ പറിക്കാനും ഹാൻഡിൽ ചെയ്യാനൊക്കെ പറ്റും. പക്ഷെ പണ്ട് കാലത്ത് എങ്ങനെയാ, സിക്കിളൊക്കെ വെച്ചിട്ടല്ലേ പറിച്ചുകൊണ്ടിരുന്നേ? ആണ്, അതിന് നമ്മൾ റീപ്പിംഗ് എന്ന് പറയും, കൊയ്യുക എന്നൊക്കെ പറയണേ. പിന്നെ ട്രെഷിംഗ് എന്ന് പറഞ്ഞാൽ എന്താ, നമ്മൾ അതായത് ആ വൈക്കോലിൽ നിന്നും ഗ്രെയിൻസിനെ സെപ്പറേറ്റ് ചെയ്യുന്ന പ്രോസസ്സാണ് ട്രെഷിങ്. പിന്നെ അതിൽ നിന്ന് ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ റിമൂവ് ചെയ്ത് കളയുന്നതാണ് ക്ലീനിങ് എന്ന് പറയും. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഈ ഫുഡ് പ്രൊഡക്റ്റിനെ നമ്മൾ കിട്ടിക്കഴിഞ്ഞാൽ അതിനെ നമ്മൾ മാർക്കറ്റിലേക്ക്, സിറ്റിയിലേക്ക് കൊണ്ടുപോകണം, നമ്മൾ ട്രാൻസ്പോർട്ടിംഗ് എന്ന് പറയും. അപ്പം ഈ ഹാർവെസ്റ്റിംഗിന്റെ സ്റ്റെപ്പാണ് ഇത്. ഏതൊക്കെയാ? റീപ്പിംഗ് ഉണ്ട്, ട്രെഷിംഗ് ഉണ്ട്, ക്ലീനിങ് ഉണ്ട്, അതേപോലെ ട്രാൻസ്പോർട്ടിംഗ് ഉണ്ട്. ഇനി നമ്മള് ഇതിനെ ഹാർവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ ഇതിനെ സ്വാധീനിക്കുന്ന ഒത്തിരി ഫാക്ടേഴ്സ് ഉണ്ട്. നമുക്കറിയാം സീസൺ ഇല്ലേ, ചില പ്ലാന്റ്സിന് സൺലൈറ്റ് ആയിരിക്കും അതിന് വളരാൻ ഏറ്റവും വേണ്ടത്, എന്നാൽ വേറെ ചില പ്ലാന്റ്സിനോ മഴ വേണമായിരിക്കും. ഇപ്പൊ നമ്മൾ പാടിയൊക്കെ എടുക്കുവാണെങ്കിൽ അവർക്ക് എന്ത് വേണം? മഴയുള്ള കാലത്ത് നമ്മൾ പാടിയൊക്കെ നിറഞ്ഞേ അല്ലെ, നമ്മൾ പഠിച്ചായിരുന്നു ഓൾറെഡി. റാബി ക്രോപ്പ്, ഖാരിഫ് ക്രോപ്പ് എന്നൊക്കെ പഠിച്ചില്ലേ? സീസൺ വെച്ചിട്ട്. അപ്പൊ പല പ്ലാന്റും പ്രിഫർ ചെയ്യുന്ന പല സീസൺ ആയിരിക്കും. അപ്പൊ അതനുസരിച്ച് നമ്മുടെ ഹാർവെസ്റ്റിംഗ് വ്യത്യാസം വരും. ക്രോപ്പിന്റെ വെറൈറ്റികളുണ്ട്, അതായത് പല പ്ലാന്റുകളും മച്യൂർ ചെയ്യുന്ന സമയം വ്യത്യാസമായിരിക്കും. പിന്നെ അവർക്ക് നമ്മൾ ചില പ്ലാന്റുകൾക്ക് എങ്ങനെയായിരിക്കും, ക്രോപ്പ് റൈപ്പൻ ചെയ്യാൻ ഒത്തിരി സമയം എടുക്കുമായിരിക്കും, അതുപോലെ ഹാർവെസ്റ്റിംഗ് ടൈം വ്യത്യാസം ഉണ്ടായിരിക്കും. ഇപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരും. ഇതൊക്കെ നമ്മൾ ഹാർവെസ്റ്റിങ്ങിനെ അഫക്ട് ചെയ്യും. അപ്പൊ നമ്മൾ ഹാർവെസ്റ്റിങ്ങിന് തന്നെ നമുക്കറിയാം 2 മെത്തേഡാ. ഒന്ന് നമുക്കറിയാം ഇപ്പൊ പുതിയതായിട്ട് ഉപയോഗിക്കുന്ന മെഷീൻ വെച്ച്, ഹാർവെസ്റ്റർ വെച്ചിട്ട് നമ്മൾ ക്രോപ്പ് എളുപ്പത്തിൽ നമുക്ക് ഹാർവെസ്റ്റ് ചെയ്യാം. പക്ഷെ പണ്ട് കാലത്ത് എങ്ങനെ ഹാർവെസ്റ്റ് ചെയ്തുകൊണ്ടിരുന്നേ? അവിടെ മാനുവൽ ഹാർവെസ്റ്റിംഗ്, അത് ആളുകൾ തന്നെ എന്ത് ചെയ്യും, ഒന്നെങ്കിൽ അരിവാളൊക്കെ വെച്ച് അത് ഹാർവെസ്റ്റ് ചെയ്യും, ക്രോപ്പിനെ കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്തുകൊണ്ടിരുന്നത്, അല്ലെ? ആൾക്കാർ തന്നെ ചെയ്തുകൊണ്ടിരുന്നു. ഈ നെല്ലൊക്കെ ഇങ്ങനെ വിതയ്ക്കും, എന്നിട്ട് നെല്ല് ഇങ്ങനെ ഒരു വേറൊരു കട്ടിയുള്ള സംഭവത്തിലേക്ക് വെച്ചിങ്ങനെ അടിച്ച് അതിനകത്തുനിന്ന് മറ്റെന്തിനാ വക്കോലിനെയും അതുപോലെ നെല്ലിനെയും അവിടെ കൂടി സെപ്പറേറ്റ് ചെയ്തൊക്കെ എടുക്കില്ല, അതൊക്കെ മാനുവൽ ഹാർവെസ്റ്റിംഗ് ആണ്. അപ്പം നമ്മുടെ ഇന്ത്യയിൽ ഈ ഹാർവെസ്റ്റിങ്ങിന് ബന്ധപ്പെട്ട ഒത്തിരി ഫെസ്റ്റിവൽസ് ഉണ്ട്. ഇപ്പൊ നമ്മൾ പറയുന്ന പൊങ്കല്, അതേപോലെ തന്നെ മകര സംക്രാന്തി നമ്മൾ കേരളത്തിൽ ആഘോഷിക്കുന്നത്, നമ്മളെ ഹോളി, ദിവാലി, ഇങ്ങനെ ഒത്തിരി ഫെസ്റ്റിവൽ ഉണ്ട്. ഇതെല്ലാം എന്താ ഇതെല്ലാം ഈ ഹാർവെസ്റ്റിംഗ് ഫെസ്റ്റിവൽസ് എന്നാണ് പറയുന്നത്. ഇനിയിപ്പോ നമ്മളിപ്പോ ഹാർവെസ്റ്റ് ചെയ്തു, ഇനി നമുക്കിത് എവിടെയെങ്കിലും കൊണ്ട് സ്റ്റോർ ചെയ്ത് വെക്കണം. നമുക്ക് എവിടെയെങ്കിലും കൊണ്ട് സ്റ്റോർ ചെയ്യാൻ പറ്റുമോ? ഇല്ല. അത് സ്റ്റോർ ചെയ്യാനുള്ള സ്പെഷ്യൽ ആയിട്ടുള്ള സ്ഥലങ്ങളുണ്ട്. അതിനാണ് നമ്മൾ ഗ്രാനറീസ് എന്ന് പറയുന്നത്. അപ്പൊ ഗ്രാനറി എന്ന് പറഞ്ഞാൽ എന്താ, ഗ്രെയിൻസും സീഡ്സും സ്റ്റോർ ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു ബിൽഡിംഗ് ആണ് ഗ്രാനറി. അപ്പം നമ്മൾ ഇതിനെ ഗ്രെയിൻ ഹൗസ് എന്നും വിളിക്കും. സാധാരണ നമ്മൾ ഈ ഗ്രാനറീസ് എപ്പോഴും ഗ്രൗണ്ടിന്റെ തൊട്ട് മുകളിലായിട്ടായിരിക്കും ബിൽഡ് ചെയ്യുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ പെസ്റ്റിന്റെ അറ്റാക്ക് തടയാനും അതുപോലെ നാച്ചുറൽ ഡിസാസ്റ്ററിൽ നിന്ന് പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു മെത്തേഡ് അഡോപ്റ്റ് ചെയ്യണം. അപ്പം ക്രോപ്പിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സേഫ് ആയിട്ട് ഒരു സ്ഥലത്ത് നമുക്ക് കീപ്പ് ചെയ്യാൻ പറ്റും. കാരണം മോയ്സ്ചറിന്നും പെസ്റ്റിനും ഇൻസെക്ട്സിനും ഒക്കെ പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ക്രോപ്പിന്റെ പർട്ടിക്കുലർ ആയിട്ടുള്ള ഗ്രാനറീസിൽ സ്റ്റോർ ചെയ്യണം. ഇതാണ് നമ്മുടെ എന്താ ഫുഡ് പ്രൊഡക്ഷൻ ആൻഡ് മാനേജ്മെന്റിൽ വന്ന 7 സ്റ്റെപ്പ്. ഇനി ഇതിനകത്ത് വന്ന വേറൊരു പോർഷനാണ് അനിമൽ ഹസ്ബൻഡറി. അപ്പൊ നമുക്കറിയാം, ഇപ്പൊ ഒരാള് കൃഷി ചെയ്തുകൊണ്ടിരിക്കുകയെന്ന് വിചാരിക്കാം. അപ്പൊ അയാൾക്ക് കൃഷി ചെയ്യുമ്പോൾ അയാൾക്ക് എന്ത് വേണമായിരിക്കും, മാനൂറും ഒക്കെ വേണ്ടേ? അപ്പൊ അവർക്ക് അതിന്റെ ഒപ്പം തന്നെ ഇവർക്ക് സൈഡായിട്ട് അനിമൽ ഹസ്ബൻഡറി ഉണ്ടെങ്കിലോ, അതായത് ഇവർ മൃഗങ്ങളെ വളർത്തുന്നുണ്ട്, അനിമൽസിനെ ഡൊമസ്റ്റിക്കേറ്റ് ചെയ്യേണ്ടെന്ന് വിചാരിക്കാം. ഇപ്പൊ എക്സാമ്പിൾ, അവർക്ക് കുറെ കൗ ഉണ്ട്. അപ്പൊ അവർക്ക് എന്ത് ചെയ്യാം, കൗഡങ് അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, അവർക്ക് ക്രോപ്പിന് ഫെർട്ടിലൈസർ മാനുവർ ആയിട്ട് യൂസ് ചെയ്യാൻ പാടില്ലേ?
യൂസ് ചെയ്യാൻ പറ്റും. അപ്പൊ അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ബെനിഫിറ്റ് ആണ്. അതായത് ഒരു വേസ്റ്റ് അവർക്ക് വേറെ ഒരു എന്തിനു വേണ്ടി ഉപയോഗിക്കാൻ പറ്റും, ഒരു ബെനിഫിറ്റ് ആയിട്ടുള്ള കാര്യത്തിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാൻ പറ്റും, ഈൽഡ് കൂട്ടാൻ പറ്റും. അപ്പം അനിമൽ ഹസ്ബൻഡറി എന്ന് പറഞ്ഞാൽ നമ്മൾ മൃഗങ്ങളെ ബ്രീഡ് ചെയ്യണം. എന്തിനു വേണ്ടിയിട്ടാ? ഫുഡിനും മിൽക്കിനും മീറ്റിനും എഗ്ഗിനും അങ്ങനെയൊക്കെ അതർ പ്രൊഡക്ട്സിനൊക്കെ വേണ്ടിയിട്ട് മൃഗങ്ങളെ വളർത്തുന്നതിനെയാണ് നമ്മൾ അനിമൽ ഹസ്ബൻഡറി എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ അനിമൽ ഹസ്ബൻഡറി ചെയ്യുമ്പോൾ കുറെ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം. ഒന്ന്, ഫുഡ്, റൈറ്റ് ആയിട്ടുള്ള ഫുഡും വാട്ടറും പ്രൊവൈഡ് ചെയ്യുക. അതേപോലെ എന്താ, പ്രോപ്പർ ആയിട്ടുള്ള ഷെൽട്ടർ നമുക്ക് പ്രൊവൈഡ് ചെയ്യണം അവർക്ക്, സേഫ് ആയിട്ടുള്ള ഷെൽട്ടർ. അതേപോലെ അവർക്ക് ബ്രീഡ് ചെയ്യാനുള്ള എല്ലാ ഫെസിലിറ്റീസും നമ്മൾ പ്രൊവൈഡ് ചെയ്യണം. പിന്നെയോ അതേപോലെ തന്നെ അവരുടെ ഇടയ്ക്കിടയ്ക്ക് നമുക്ക് ഡിസീസ് ഉണ്ടോ നമ്മൾ ചെക്ക് ചെയ്യുക, ഇഞ്ചക്ഷൻസും വാക്സിൻസും കൊടുക്കുക. അതേപോലെ തന്നെ ഇടയ്ക്കിടയ്ക്ക് എന്ത് ചെയ്യുക, അനിമൽസിനെ ഇങ്ങനെ ഇൻസ്പെക്ട് ചെയ്തുകൊണ്ടിരിക്കണം. അവർ ഹെൽത്തി ആണോ, അവർക്ക് എല്ലാ ന്യൂട്രിയന്റ് ആയിട്ടുള്ള കാര്യങ്ങളും കിട്ടുന്നുണ്ടോ, അവരുടെ ഹെൽത്ത് ഓക്കെ ആണോ എന്നൊക്കെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇൻസ്പെക്ഷനും നടത്തണം. ഇത്തരം കാര്യങ്ങൾ ചെയ്താലാണ് നമുക്ക് ഒരു പ്രോപ്പർ ആയിട്ടുള്ള ഹസ്ബൻഡറി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പൊ ഇത്തരം കാര്യങ്ങളാണ് ഈ ചാപ്റ്ററിലുള്ളത്. നമ്മൾ ഇതിനകത്ത് എന്തൊക്കെയാ പറഞ്ഞേ, കുറെ കാര്യങ്ങൾ പറഞ്ഞു അല്ലെ. അതായത് നമ്മൾ ആദ്യം തുടങ്ങിയത് തന്നെ എന്തിനാണ് ഫുഡ് കഴിക്കണേന്ന് ചോദിച്ചുകൊണ്ടാണ്. അതിൽ നമ്മൾ ക്രോപ്പ് എന്താന്ന് പറഞ്ഞു. പിന്നെ നമ്മൾ എന്താ പറഞ്ഞേ, ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ക്രോപ്സ് പറഞ്ഞു. സീസൺ അനുസരിച്ച് ക്രോപ്പിന് തിരിച്ചേക്കുന്ന 3 കാറ്റഗറി പറഞ്ഞു ഇല്ലേ, പറഞ്ഞു. അങ്ങനെ പറഞ്ഞു. പിന്നെ നമ്മൾ എന്താ പറഞ്ഞേ, പിന്നെ ക്രോപ്പിന്റെ കാര്യങ്ങൾ പറഞ്ഞപ്പോ അതിന് പല മെത്തേഡുകളും നമ്മൾ പറഞ്ഞു. ആദ്യം നമ്മൾ സോയിലിനെ പ്രിപ്പയർ ചെയ്യണം, അതിനുശേഷം നമ്മൾ എന്താ, വിത്ത് നടണം. അങ്ങനെ നമ്മൾ പറഞ്ഞു എന്താ അവസാനം നമ്മൾ പറഞ്ഞത് ഏതാ, ഹാർവെസ്റ്റ് ചെയ്തിട്ട് സ്റ്റോർ ചെയ്യണം. അത്തരം കാര്യങ്ങൾ പറഞ്ഞു. പിന്നെ എന്താ പറഞ്ഞേ, അനിമൽ ഹസ്ബൻഡറി, അതിന്റെ ഒപ്പം നമുക്ക് കണക്ട് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുന്നതാണ് അനിമൽ ഹസ്ബൻഡറി എന്ന് പറഞ്ഞു. അപ്പൊ ഇത്തരം കാര്യങ്ങളാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്തത്. ഓക്കെ, ഇനി അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് കുറെ ക്വസ്റ്റ്യൻസ് ആണ്. അപ്പൊ അത് നമ്മൾ അടുത്ത ക്ലാസ്സിലാണ് ഡിസ്കസ് ചെയ്യണത്. ക്വസ്റ്റ്യൻസ് അതായത് നമ്മുടെ NCERT ടെക്സ്റ്റ് ബുക്കിലുള്ള കുറച്ച് ക്വസ്റ്റ്യൻസും അതേപോലെ തന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് നമ്മൾ ഇനി അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോണേ. അപ്പം ഇന്നത്തെ ക്ലാസ് നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. ഇനി അടുത്ത ക്ലാസ്, അടുത്ത വീഡിയോ നമ്മൾ ബാക്കി വീഡിയോസ്, ക്വസ്റ്റ്യൻസ് ഒക്കെ വെച്ചിട്ടുള്ള വീഡിയോസ് അടുത്ത ക്ലാസ്സിൽ ഇടുന്നതാണ്. എല്ലാവർക്കും ഓക്കെ.